വർഷങ്ങൾക്ക് മുമ്പ് ദൂരായിപ്പഴും സുഗന്ധം വീശുന്ന യെരുശലേമിന്റെ തെരുവീതികൾ കൂടി ഭാരമേറിയ മരക്കുരിശം വഹിച്ച് റോമൻ പടയാളികളുടെ ചാട്ടവാറിനടിയേറ്റ് വിളയപ്പെട്ടവനായി നടന്ന് നീങ്ങിയ നസ്രയനായ യേശുവിനെ ഉയർത്താൻ ഈ ദേശത്ത് വന്നിരിക്കുകയാണ് ഗോസ്പൽ ഫൈനൽ വേർഡ് ഗോസ്പൽ മിനിസ്ട്രി. പുതുജീവൻ തന്നിടുവാൻ സ്വന്തം ജീവനെ തന്ന യേശു ഇന്നും നിന്റെ രക്ഷയ്ക്കായി ജീവിക്കുന്നു. ലഹരി ഉപേക്ഷിക്കൂ, നാടിനെ രക്ഷിക്കൂ, യേശുവിനെ സ്വീകരിക്കൂ. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പവിത്രമായ സുവിശേഷത്തിന്റെ വിളംബരമായി നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ പരക്കത്തരം ഏരിയയിൽ ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. സുവിശേഷത്തെ സ്നേഹിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവർ ഈ ദേശത്തുണ്ട്. നിങ്ങളെല്ലാം അഭിസംബോധന ചെയ്യുന്നു. പ്രാരംഭത്തിൽ ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തുന്ന ചില ഗാനങ്ങൾ പ്രിയ സഹോദരങ്ങൾ ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും സൗന്ദര്യം നഷ്ടപ്പെടുന്ന നിമിഷം ദേഹിയതിൻ ദേഹത്തിൻ സൗന്ദര്യം നഷ്ടപ്പെടുന്ന നിമിഷം ദേഹിയതിൻ കള്ളപ്പണം വെള്ളയതാക്കി ഉള്ളം കയ്യിൽ മലിനതയുണ്ട്. കള്ളപ്പണം വെള്ളയതാക്കിയ ഉള്ളം കയ്യിൽ മലിനതയുണ്ട്. എന്തെല്ലാം നേടിയെന്നാലും ആറടി മണ്ണൊരു സ്വന്തം. എന്തെല്ലാം നേടിയെന്നാലും ആറടി മണ്ണൊരു സ്വന്തം. എന്തിനും തിരിഞ്ഞവർ സത്യനാശമരുന്ന ചിന്തയൊന്നുമില്ലാതെ ചിന്തയില്ലാതൊന്നും നടന്നിവിടെ മനുഷ്യാനീവിടെ എന്നും മതം തേടുന്നു. വിഷവേഷങ്ങൾ അവിടെ അണിയാ ശില്പങ്ങൾ. മനുഷ്യാനീവിടെ എന്നും മതം തേടുന്നു. വിഷവേഷങ്ങൾ അവിടെ ശില്പങ്ങൾ. കമ്പ്യൂട്ടറും ടെലിവിഷനും പാപത്തിത്തടവറയും ശാസ്ത്രത്തിന്റെ പുരോഗതി ഇന്റർനെറ്റും കത്തുകളും
കമ്പ്യൂട്ടറും ടെലിവിഷനും പാപത്തിൻ കലവറയും പ്രഹസനമായി ഒരു വീതി ചോരപ്പുഴയായി പ്രഹസനമായി ഒരു വീതി ചോരപ്പുഴയായി എത്രപ്പടൻ ഉദരപ്പോലും ടെസ്റ്റുവിന് വഴിമാറിപ്പോ എത്രപ്പടൻ ഉദരപ്പോലും ടെസ്റ്റുവിന് വഴിമാറിപ്പോ സന്താശം അറുപ്പാൻ അന്ത ചിന്തയും തൊഴിലവിടെ സന്താശം അറുപ്പാൻ മനുഷ്യാനീവിടെ ഇന്നും മതത്തെ തേടുന്നു വിഷവേഷങ്ങൾ അവിടെ അടിയറശില്പങ്ങൾ മനുഷ്യാനീവിടെ എന്നും മതത്തെ തേടുന്നു വിഷവേഷങ്ങൾ അവിടെ അടിയറശില്പങ്ങൾ ദൈവമാരെന്ന് അറിയൂ ആരാധനയെന്ന് നിങ്ങൾ ലക്ഷ്യമെന്തെന്ന് അറിയാതെ പോകുന്നു ദൈവമാരെന്ന് അറിയൂ ആരാധനയെന്ന് നിങ്ങൾ ലക്ഷ്യമെന്തെന്ന് അറിയാതെ പോകുന്നു മനുഷ്യരീവിടെയെന്ന് മതങ്ങൾ തേടുന്നു ദൈവിഷവേഷങ്ങൾ അവിടെ അടിയറശില്പങ്ങൾ മനുഷ്യാനീവിടെ മതങ്ങൾ തേടുന്നു ദൈവിഷവേഷങ്ങൾ അവിടെ അടിയറശില്പങ്ങൾ. തുടർന്നുള്ള ചില നിമിഷങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സത്യസുവിശേഷത്തിന്റെ വിളംബരം നടത്തേണ്ടതിനായി പ്രിയ ഇബ്രാഹിം സാറെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. പ്രാർത്ഥനാപൂർവ്വം ഈ സന്ദേശം കേട്ടാലും. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്തും അകലങ്ങളിലുമായി ഇവിടെ നിന്ന് പുറപ്പെടുന്ന ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹാദരവുകൾ അറിയിക്കുകയാണ്. ഫൈനൽ വേർഡ് ഗോസ്പൽ മിനിസ്ട്രീസ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടന്ന് സുവിശേഷം അറിയിക്കുമ്പോൾ ഈ പരക്കത്താനവും സ്ഥലത്തേക്ക് വന്ന് ഞങ്ങളാൽ ആവോളും അറിയിക്കുവാൻ തരുവാൻ ഞങ്ങൾ പ്രാപ്തരായിരിക്കുന്നു. സദാ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കണ്ണും നട്ടിരിക്കുന്ന 21ാം നൂറ്റാണ്ടിലെ മനുഷ്യൻ തുടങ്ങി ഏതൊരു വ്യക്തിയും എപ്പോഴും 24 മണിക്കൂറും ഇത് അന്വേഷണത്തിന്റെ വഴി. ഏതൊരു അന്വേഷണവും ചെല്ലുന്ന മറ്റൊരു അന്വേഷണത്തിന്റെ ആരംഭത്തിലാകുമ്പോൾ ഏതൊരു ചോദ്യവും ചെന്നെത്തുന്ന ഒരുപാട് ഉത്തരങ്ങളിലല്ല, ഒരുപാട് ചോദ്യങ്ങൾ. അങ്ങനെ ഭൂമിയെയും സൂര്യേന്ദ്ര ഗോളങ്ങളെയും കുറിച്ചുള്ള അന്വേഷണം, ആകാശത്തിന്റെ അനന്തതയിലേക്കൊരു അന്വേഷണം, ഭൂമിയുടെ ആഴങ്ങളിലേക്ക്, സമുദ്രങ്ങളുടെ ആഴങ്ങളിലേക്കൊരു അന്വേഷണം, ഘോരഘോര വനങ്ങളുടെ നിശബ്ദ ഇടങ്ങളിലേക്കൊരു അന്വേഷണം. അന്വേഷിച്ചുമെടുത്ത മനുഷ്യ അവന്റെ അന്വേഷണങ്ങൾക്ക് തൃപ്തി വരുന്നില്ല. വീണ്ടും അവന്റെ അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ എല്ലാം അവന് നഷ്ടബോധമാകുമ്പോൾ, അവൻ പ്രശ്നങ്ങളാൽ വലയുമ്പോൾ ഇതാ ഞങ്ങളൊരു ഉത്തരം തരികയാണ്. ഏതൊരു വ്യക്തിയും പ്രശ്നങ്ങളാൽ വലയുന്നതോ, മറുപടിയില്ലാതെ വലയുന്നതോ, ഉത്തരം കിട്ടാതെ അലയുന്നതോ, വരൂ സകല പ്രശ്നങ്ങൾക്കും ഏക ഉത്തരമായ കർത്താവായ യേശുക്രിസ്തുവിലേക്ക്. അത് മാത്രമാകുന്നു പ്രിയപ്പെട്ടവരെ ഏക ഉത്തരം, ഏക സമാധാന മാർഗം. എന്റെ യേശു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ഇന്ന് സമാധാനത്തിനായി മനുഷ്യൻ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം.
എന്ത് ചെയ്താൽ, എന്തനുഭവിച്ചാൽ, എന്ത് കേട്ടാൽ, എന്ത് സ്പർശിച്ചാൽ എനിക്ക് സമാധാനം വരും എന്നാണ് മനുഷ്യന്റെ അന്വേഷണം. ഓടിത്തളർന്ന മനുഷ്യ, യുവതലമുറയെ ഈ ഉച്ചയായ സമയത്ത് ഞങ്ങൾ വളരെ അഭിമാനത്തോട് സന്തോഷത്തോടു കൂടി വിളിച്ചു പറയുന്നു, നിന്റെ അന്യായമായ, നിന്റെ വഴിതെറ്റിയ എല്ലാ അന്വേഷണങ്ങളും മതിയാക്കൂ. ഞങ്ങളൊരാളെ പരിചയപ്പെടുത്തുകയാണ്. അതാരെന്നല്ലേ? 2024 വർഷങ്ങൾക്കപ്പുറത്ത് ഭൂലോകത്തിന്റെ മധ്യഭാഗമായ ബേത്ലഹേമിലിതാ ഒരു ശിശു ജനിച്ചു. മറ്റൊരു ശിശുക്കളും ജനിക്കുന്നത് പോലല്ല. ആ ശിശു ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നൊരു മുന്നറിയിപ്പ് ലോകത്തിന് തന്നിരുന്നു. അത് ചരിത്രങ്ങളിലൂടെ. ആ കുഞ്ഞ് ജനിക്കേണ്ടതിനായി പൂർണ്ണ ഗർഭിണിയായ മാതാവ് ഒരു രാത്രിയിൽ ആ കോരിച്ചെറിയുന്ന തണുപ്പത്ത് പല വീടുകളും കുടില് തൊട്ട് കൊട്ടാരം വരെ കടന്നു ചെന്നു. ആ കുഞ്ഞിന് ജനിക്കുവാൻ ഒരു സ്ഥലം കൊടുത്തില്ല. ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ ജനിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ആരെങ്കിലും അത് പാവപ്പെട്ടവന്റെ വീട്ടിലെ യേശുവല്ലേ എന്ന് പറഞ്ഞിരുന്നേനെ. ഒരു പണക്കാരന്റെ വീട്ടിലാ ജനിച്ചിരുന്നുവെങ്കിൽ അത് പണക്കാരന്റെ വീട്ടിലല്ലേ ജനിച്ചേ എന്ന് പറയുവാൻ ചിലപ്പം ഓർത്തുന്നു വരും. എന്നാൽ ഇതിനൊന്നും വഴി കൊടുക്കാതെ ഏതൊരു ജാതിക്കും വർഗത്തിനും വർണ്ണത്തിനും രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി ആരും ചോദ്യം ചെയ്യാതെ അതാ ബേത്ലഹേമിന്റെ തെരുവിൽ ആ യേശു കുഞ്ഞു ഭൂജാതനായി. യേശു ജനിച്ച അന്ന് മുതൽ ഇതാ പരിവാരങ്ങൾ കൂടുന്നു, നാട്ടുപ്രമാണികൾ കൂടുന്നു, അവിടെ ആലോചനകൾ മുറുകുന്നു. എങ്കിലും ഈ യേശു കുഞ്ഞിന് എന്ന് ഉന്മൂലനം ചെയ്യേണ്ടത് ആവശ്യമെന്ന് ഇല്ല, സാധിച്ചില്ല. എന്നെയും നിങ്ങളെയും കേൾപ്പിക്കേണ്ടതിനായി, എന്നെയും നിങ്ങളെയും പഠിപ്പിക്കേണ്ടതിനായി, എനിക്കും നിങ്ങൾക്കും തരേണ്ടതിനായി യേശു 33 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് ആവശ്യമായിരുന്നു. അങ്ങനെ യേശു വളർന്നു. നന്മ തിന്മ തിരിച്ചറിയുന്നത് വരെ മറ്റൊരു ശിശുക്കളും അനുഭവിക്കാത്ത ശ്രേഷ്ഠകരമായ ഒരു ആഹാരം കഴിച്ചുകൊണ്ട്, തൈരും തേനും കഴിച്ചുകൊണ്ട് എന്റെ യേശു കുഞ്ഞു ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തുടങ്ങി. അങ്ങനെ മാതാപിതാക്കളോടൊപ്പം പഠിച്ചു. ബേത്ലഹേമിൽ നിന്ന് നസറത്തിലേക്ക് യാത്രയായി. നസറത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്കും യേശു കുഞ്ഞു യാത്രയായി. നാനാജാതി മതസ്ഥരുടെ അടുത്ത് ചെന്നുകൊണ്ട് മകനെ മകളെ എന്ന് വിളിച്ച് തനിക്ക് കിട്ടിയ അറിവ് ജ്ഞാനം അത് വിളംബരം ചെയ്യുവാൻ തുടങ്ങി. നീ ഏത് പള്ളിക്കാരൻ, നീ ഏത് കുലത്തിൽ ജനിച്ചവൻ, നീ ഏത് ജാതിക്കാരൻ, നിനക്കെന്ത് വിദ്യാഭ്യാസം, നിനക്കെന്ത് കൈമുതല് എന്റെ യേശു ചോദിച്ചില്ല. ഓരോരുത്തരെയും സ്നേഹിക്കുവാനും കരുതുവാനും എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അറിയിക്കുവാനും യേശു അങ്ങനെ ഒരു ജൈത്രയാത്ര തുടങ്ങിയാണ്. യേശുവിന്റെ സമാധാനം അങ്ങനെ ലോകത്തെമ്പാടും പരക്കുവാൻ തുടങ്ങി. തന്നെ വെറുക്കുന്നവരെ സ്നേഹിക്കുവാൻ യേശു പഠിപ്പിച്ചു. ഇവിടെ സ്നേഹം കൊണ്ട് നേടാം. ഇവിടെ വിദ്വേഷത്തിന് പ്രാധാന്യമില്ല. ഏതൊരു വ്യക്തിയെയും സ്നേഹം കൊണ്ട് മാത്രം നേടുകയുള്ളൂ. യേശു അങ്ങനെ എല്ലാ വഴികളിലും പാലസ്തീനായാലും ഇതര ഇടങ്ങളിലുമെല്ലാം ചെന്നുകൊണ്ട് അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്കെല്ലാം മോചനം കൊടുത്തുകൊണ്ട് കുഷ്ഠരോഗികളും നാനാവിധമായ രോഗികളും തകർന്ന ജീവിതങ്ങൾക്ക്, ആശയറ്റ ജീവിതങ്ങൾക്ക് ആ യേശു സ്നേഹം പകർന്നു. ആ യേശുവിന്റെ സ്നേഹം ഏറ്റെടുത്തവർക്ക്, യേശുവിനെ അനുഗമിച്ചവർക്ക്, യേശുവിനെ അനുസരിച്ചവർക്ക്, അത് ഉൾക്കൊണ്ടവർക്ക് അതൊന്നും തൻ മധുരമായി തീർന്നിരിക്കുന്നു. അങ്ങനെ യേശുവിന്റെ പ്രയാണം ഈ ഭൂലോകത്തിന്റെ മധ്യഭാഗത്ത് അവിടെവിടായി ആരംഭിച്ചു കഴിഞ്ഞു. 33 വയസ്സ് ആയി യേശുവിത ഒരു സമയത്ത് കള്ളന്മാരാൽ പിടിക്കപ്പെട്ട് ക്രൂശിതനായി. ഈ യേശുവിന്റെ സാന്ത്വന വാക്കുകൾ ഇന്ന് ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലും ഇതാരൊക്കെയാണ് ഏറ്റുപറയുന്നത്, സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ മുഹമ്മദ് ബഷീറുണ്ട്, കൃഷ്ണൻകുട്ടിയുണ്ട്, മത്തായിയുണ്ട്. അവിടെ ഇതര ഭാഷകളിലും സമൂഹത്തിലും സമുദായത്തിലും പെട്ട ജീവിതങ്ങളെല്ലാം ഇത് ഏറ്റുകൊള്ളുന്നു.
അങ്ങനെയാണെങ്കിൽ ആരെന്നല്ലേ കേൾവികെട്ട മന്ത്രവാദികൾ, ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികൾ ഇന്ന് ഈ യേശുവിനെ അനുഗമിക്കുവാൻ തുടങ്ങി. യേശുവിന്റെ സ്നേഹം അങ്ങനെ എവിടെയെല്ലാം പരക്കുന്നുവോ അവിടെയെല്ലാം ആൾക്കാർ അത് ഏറ്റുകൊള്ളുവാൻ തുടങ്ങി. റിയാൻ സീഗ്ലർ എന്ന് പറഞ്ഞ രാജ്യമറിഞ്ഞ് കേട്ടതിൽ ഏറ്റവും വലിയ മന്ത്രവാദിയായ സാത്താൻ ആരാധനക്കാരൻ ഈ യേശുവിനെ സ്വീകരിക്കണമെങ്കിൽ, ഈ യേശുവിനെ പിൻപറ്റണമെങ്കിൽ ഈ യേശുവിന്റെ സ്നേഹം എത്ര ആഴമാകുന്നു. എവിടെയെല്ലാം കടന്നു എന്നുവോ അവിടെയെല്ലാം യേശുവിന്റെ സ്നേഹം വിളമ്പുവാൻ തുടങ്ങി. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് പോകട്ടെ. കൽക്കട്ടയുടെ അഴുക്ക് ചാലുകളിലേക്ക്, മനുഷ്യൻ കണ്ടാലറയ്ക്കുന്ന ചേരിപ്രദേശങ്ങളിലേക്ക്, ഭൂലോകത്തവിടെയും ഇവിടെയുമെല്ലാം ആദരിക്കപ്പെട്ട അൽബേനിയക്കാരിയ മദർ തെരേസ കടന്നു ചെന്നുകൊണ്ട് മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് പുഴുവരിച്ചു കിടക്കുന്നവരെയും കുഷ്ഠരോഗികളെയും വെയിലത്ത് അതിശക്തമായ വെയിലേറ്റ് വാടിക്കഴിഞ്ഞ കുരുന്നുകളെയും തണുപ്പത്ത് വിറങ്ങലിച്ച് നിൽക്കുന്ന കുഞ്ഞുങ്ങളെയും കോരിയെടുത്ത് മാറോടണച്ചുകൊണ്ട്, കുഞ്ഞെ നീയും ഒരു ദൈവസൃഷ്ടിയാണ്. ഇത് പറയണമെങ്കിൽ അതിൽ എന്താണ് അടങ്ങിയിരിക്കുന്ന രഹസ്യം? എന്റെ യേശു പഠിപ്പിച്ചു, നിങ്ങളെ വിദ്വേഷിക്കുന്നവരെ, നിങ്ങളെ എതിർക്കുന്നവരെ സ്നേഹിക്കണം, നിങ്ങളാൽ കരുണ കൊടുക്കണം. അങ്ങനെ യേശുവിന്റെ ജൈത്രയാത്ര തുടങ്ങി. ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, ഒരു പാവപ്പെട്ട ദൈവദാസൻ ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പ്രത്യേക ഒരു ദർശനമുണ്ടായിട്ട് അതാ ബോംബെയുടെ മഹാനഗരങ്ങളിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. സീർ എന്ന് പറഞ്ഞ ഒരു വലിയ ചാരിറ്റി അദ്ദേഹം തുടങ്ങി. അവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, അവിടെയും ഇതാ കുഷ്ഠരോഗികൾ, നാനാവിധമായ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവർ, അവരെയൊക്കെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ആ മഹാനഗരത്തിൽ നിന്ന് ഇതാ ദൈവവചനം പറഞ്ഞു കൊടുക്കുന്നു. യേശുവിന്റെ സ്നേഹം അവിടെ കൊടുക്കുന്നു. VIP ഇതാ ആ പാവപ്പെട്ട ഫിലിപ്പ് മാമൻ എന്ന് പറഞ്ഞ ഭാഷയുടെ അടുത്തേക്ക് ആലോചന അറിയുവാൻ കടന്നു ചെല്ലുന്നു. അങ്ങനെ ബോംബെ നഗരത്തിൽ യേശുവിന്റെ സ്നേഹത്തെ വിളംബരം ചെയ്യുവാൻ കൊടുക്കുവാൻ ആ സാധു ദൈവദാസന് സാധിക്കുന്നു. ഞങ്ങളിൽ പലരും അടങ്ങിയിരിക്കാതെ എവിടെയെങ്കിലും ആരോടെങ്കിലും ഒക്കെയും യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് ഞങ്ങൾ ഗ്രാമാന്തരങ്ങളിലൂടെ പ്രസംഗിക്കുന്നു. കണ്ട പട്ടണങ്ങളിലൊക്കെയും ഞങ്ങൾ ചെല്ലുന്നു. എവിടെയെല്ലാം വഴിയുണ്ടോ അവിടെയൊക്കെ ഞങ്ങൾ കടന്നു ചെല്ലുന്നു. അവിടെയൊക്കെയും യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് ഞങ്ങള് ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുന്നു. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, ഒരൊറ്റ നാമം, അത് കർത്താവായ യേശുക്രിസ്തു. അത് ഞങ്ങൾ അനുഭവിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇത് വളരെ ധൈര്യത്തോടെ അഭിമാനത്തോടുകൂടി ഞങ്ങളത് വിളിച്ചു പറയുകയാണ്. ഈ കാലം ഒരു വല്ലാത്ത കാലമാണ്. മനുഷ്യൻ സമാധാനമില്ലാതെ അലയുന്നു, സ്നേഹമില്ലാതെ അലയുന്നു. കേൾക്കണമോ, ഇവിടുത്തെ പുതിയ തലമുറ അവര് മാതാപിതാക്കളിൽ അകന്ന് സ്നേഹമില്ലാതെ അവര് വല്ലാത്ത ലോകത്തേക്ക് യാത്രയായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മദ്യം ഇഷ്ടം പോലെ കേരളത്തിലേക്ക് ഒഴുകുന്നു. 8, 9, 10 വയസ്സ് പ്രായമായ കുഞ്ഞുങ്ങൾ മുതൽ ഇന്ന് മദ്യത്തിന് അടിമകളായി തീർന്നിരിക്കുന്നു. 1000 കുട്ടികളെ കുറിച്ച് പഠിച്ചപ്പോൾ 10, 15 വയസ്സുള്ള 4 കുട്ടികളെങ്കിലും ഇതാ മദ്യത്തിന് അടിമയായിരിക്കുന്നു. പോരാ, ഇവിടുത്തെ പെൺകുട്ടികളെ പറ്റി അന്വേഷിച്ചപ്പോൾ എറണാകുളം ഡിസ്ട്രിക്ട് 1ാം സ്ഥാനത്ത് മദ്യത്തിന് അടിമകളായിരിക്കുന്ന പെൺകുട്ടികൾ. ഇവിടെ സുന്ദരികളായ കുഞ്ഞുങ്ങൾ അവരതാ വിദ്യാലയങ്ങൾ വിട്ടു പോകുന്നു. എന്തിന്റെയോ മായാപ്പുറകളിലേക്ക് അവര് മദ്യം തേടിപ്പോയി മായാവലയത്തിൽ അലയുന്നു. അവർക്ക് സമാധാനമില്ല. വീടിൽ മാതാപിതാക്കൾ അവര് മാതൃകയായിട്ട് ജീവിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. സമാധാനമില്ലാത്ത ഒരു തലമുറ, കുഞ്ഞ് പുതിയ തലമുറ. ഒരു കാര്യം ഞങ്ങൾ വിളിച്ചു പറയുകയാണ്. നിന്റെ അന്യായ മാർഗങ്ങൾ വിട്ടു യേശുവിങ്കിലേക്ക് കടന്നു വന്നാൽ, യേശുവാകുന്ന സിം നിന്റെ ഉള്ളത്തിൽ ചാർജ് ചെയ്താൽ,
അതിനകത്ത് വരുന്ന യാതൊരു മെസ്സേജും ഡിലേറ്റ് ആക്കേണ്ട ആവശ്യമില്ല. അതൊരു നല്ല നാവിഗേഷനാണ്. നീ ചെല്ലേണ്ട ഇടത്ത് നിന്നെ എത്തിക്കും. നിനക്കൊരു ഭാവിയുണ്ട്, അത് നിനക്കൊരു വിദ്യാഭ്യാസമുണ്ട്, നിനക്കൊരു സ്നേഹിക്കുന്ന ഒരു സമൂഹമുണ്ട്. യേശുവിനെ അന്വേഷിക്കൂ. ഇന്നത്തെ ലോകം അതാ കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനുമായി ഒരു വല്ലാത്ത ലോകത്തേക്ക് യാത്രയായിക്കൊണ്ടിരിക്കുന്നു. മ്ലേച്ഛകരമായ ഈ ലോകം ഇതുവരെ ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഭയാനകമായ ഒരവസ്ഥ ലോകത്തിത ആരംഭിച്ചു കഴിഞ്ഞു. ഭരണാധികാരികൾ ഇതാ ലഹരിക്ക് സാങ്ഷൻ കൊടുക്കുന്നു. നഗ്നമായിട്ടിതാ ഏതൊരു വ്യക്തിക്കും ഇറങ്ങി നടക്കുവാൻ ഗവൺമെന്റുകൾ ഇതാ അനുവാദം കൊടുക്കുന്നു. സമാധാനമില്ലാത്ത ഒരു ഭാഗത്തെ അവരൊക്കെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനിതാ ഈ ലോകത്ത് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. ലോകത്തുള്ള എല്ലാ പ്രധാന നഗരങ്ങളിലും ചുവന്ന തെരുക്കൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അവിടെ ഈ ആമ്പാറ്റകൾ പോലെ ചതുക്കുകയും ചെന്ന് വാടിക്കഴിയുന്നു. ഫെബ്രുവരി 22-ാം തീയതി ജപ്പാന്റെ മണ്ണിൽ നടന്ന ഒരു വല്ലാത്ത കാര്യം, അത് പത്രവാർത്തകൾ നമ്മൾ വായിച്ചതാണ്. ഏതൊരു മനുഷ്യനും ആൺപെണ്ണ് വ്യത്യാസമില്ലാതെ തെരുക്കളിൽ കൂടെ നഗ്നരായി യാത്ര ചെയ്യാം. എന്തൊരു വല്ലാത്ത കാലഘട്ടം! സമാധാനമില്ലാതെ, സ്നേഹമില്ലാതെ, ദൈവഭയമില്ലാതെ മനുഷ്യൻ ഇവിടെ എന്തും ഏതുമായി തീർന്നുകൊണ്ടിരിക്കുന്നു. കഞ്ചാവ് വലിക്കുവാൻ ചിലർ ജർമ്മനി അനുവാദം കൊടുത്തിരിക്കുന്നു. 25 ഗ്രാം കഞ്ചാവ് വരെ യുവതിയുവാക്കൾക്ക് കയ്യിൽ സൂക്ഷിക്കാം. ഇവിടെ ആകപ്പാടെ താറുമാറായിരിക്കുന്നു. ഇതൊക്കെയുടെ കാരണം എന്താണ്? ലോകത്തിന്റെ ഒരു അന്ത്യനാളിലേക്ക് ഇതാ യാത്രയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷം വർദ്ധിച്ചു വരും. ഇവിടെ സ്നേഹമില്ലാത്ത ഒരു അന്തരീക്ഷം വർദ്ധിച്ചു വരും. എന്റെ യേശു പറഞ്ഞിട്ടുണ്ട്, മുന്നമേ പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, വരൂ, യേശുവിലേക്ക് കടന്നു വരൂ. അവിടെയുണ്ട് സമാധാനം, അവിടെയുണ്ട് സ്നേഹം, അവിടെയുണ്ട് എല്ലാ വിട്ടുവീഴ്ചയുടെയും മാർഗം. ഏതൊരു സ്ഥലത്ത് ചെന്നാലും ഇന്നൊരു മനുഷ്യനും സ്വസ്ഥതയില്ല. അത് കലാലയങ്ങളായാലും ഭരണസിരാ കേന്ദ്രങ്ങളായാലും എവിടെയും എല്ലാം കലാപകലുഷിതമാകുന്നു. അങ്ങനെയെങ്കിൽ സഹോദര, പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനുള്ളത്, ഏക ഉത്തരമായ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നിന്റെ പാപഭാരവുമായി കടന്നു വരും. ഒരിക്കലായി നിന്റെ പാപഭാരം ഏറ്റുപറഞ്ഞുപേക്ഷിച്ചാൽ ഏതൊരു കൊടും പാപിയെയും ഏതൊരു ക്രൂരകൃത്യം ചെയ്തവരെയും എന്റെ യേശു ക്ഷമിക്കുവാൻ തയ്യാറാണ്. പാപിനിയായ ഒരു സ്ത്രീ പിടിക്കപ്പെട്ട് മാന്യന്മാരുടെ നടുക്ക് കൊണ്ട് നിർത്തിയ ചരിത്രം വേദപുസ്തകത്തിലുണ്ട്. അവസാനം ഓരോരുത്തരുടെ യേശു തിരക്കി, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവിടെ കല്ലെറിയട്ടെ. എന്റെ യേശു എത്ര നല്ല പാഠമാണ് അവിടെ പഠിപ്പിച്ചത്. അവസാനം എല്ലാവരും കല്ലിട്ടേച്ച് തിരിച്ചുപോയി. ഈ പാപിനിയായ സ്ത്രീക്ക് എന്നേക്കുമായ മോചനം കൊടുത്തു. അങ്ങനെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒരുപക്ഷെ ഒരു മാജിക്ക് ലോകത്തേക്ക് പോകുവാൻ ആഗ്രഹിച്ചിരുന്ന എന്നെയും 1983 തണുപ്പേറിയ പ്രഭാതത്തിൽ ഇതിപ്പോലെ തെരുക്കളിൽ നിന്ന് പറയുന്ന ദൈവജനം എന്റെ ഉള്ളിൽ മുളയ്ക്കുവാൻ തുടങ്ങി. ആ പ്രഭാതത്തിൽ മദ്യപിക്കുവാൻ നിവൃത്തിയില്ല, മദ്യമറിയുന്നില്ല. അവിടുന്ന് ഞാനും വിളിച്ചു, ആ യേശുവിനെ ഞാനും വിളിച്ചു. ആ നസറേത്തുകാരൻ, ആ തച്ചന്റെ മകനെ ഞാനും വിളിച്ചു, ആത്മാർത്ഥമായിട്ടൊന്ന് വിളിച്ചു. മൈലുകൾ താണ്ടി പോകണ്ട, നാണയത്തുട്ടുകൾ വലിച്ചെറിയണ്ട, ദീപങ്ങൾ തെളിയിക്കണ്ട. ഇതെല്ലാം എന്റെ മനസ്സിൽ വന്ന ഒരു നല്ല ഉപദേശമായിരുന്നു. 1983 ഒരു പുതിയ സൃഷ്ടിയായി തീർന്നിന്നേവരെയും എല്ലാവർക്കും എവിടെയും എപ്പോഴും മാന്യമായി ധന്യമായി ജീവിക്കുന്നു. സമയം കിട്ടുമ്പോഴൊക്കെയും ഇതാ എല്ലാ തെരുക്കളിലും പോയി ഈ നസ്രായനെ കുറിച്ച് നമ്മൾ വിളിച്ചു പറയുന്നു. ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനുള്ളത്, ഞങ്ങൾക്ക് തരുവാനുള്ളത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. യേശു പറഞ്ഞതുപോലെ, യേശു തന്നതുപോലെ ഒരൊറ്റ വ്യക്തിക്കും ഈ സമാധാനത്തിന്റെ നല്ല ചൊല്ലി തരുവാൻ സാധ്യമല്ല. ഈ യേശുവിനെ ആരെല്ലാമാണ് സ്വീകരിക്കുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ
ഈ യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമുക്കൊന്നുകൂടി ചിന്തിക്കാം. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, കലാകാരന്മാർ ആരെല്ലാമാണ് ഈ യേശുവിനെ പിൻപറ്റുന്നത്? സിനിമാ സംവിധായക ഗാനരചയിതാവായ ശ്രീകുമാരൻ തമ്പി ഒരിക്കൽ കൈരളി ന്യൂസിൽ അഭിമുഖത്തിൽ പറഞ്ഞു, ഞാൻ അനേകം പുസ്തകങ്ങൾ വായിച്ചു, അനേകം വ്യക്തികളെ ഞാൻ അന്വേഷിച്ചു, എന്നാൽ ഇതിപോലെ പിൻപറ്റാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയുണ്ടോ, ഇതിപോലെ പിൻപറ്റാൻ കൊള്ളാവുന്ന ഒരു ഗുരുവുണ്ടോ? അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ഇസ്രായേൽ. അങ്ങനെ യേശുവിനെ ആരെല്ലാം പ്രസംഗിക്കുന്നു. കഴിഞ്ഞ കുമ്പനാട്ട് കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഈ യേശു നല്ലവനെന്ന് ഉയർത്തി കാണിച്ചില്ലേ? നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ താനും തന്റെ മാതാവ് ഈ യേശുവിനെ കുറിച്ച് പറയുന്നില്ലേ? പ്രേംകുമാർ, സിനിമാ നടൻ പ്രേംകുമാർ ഇത് വിളിച്ചു പറയുന്നില്ലേ? ആരെല്ലാം ഈ ലോകത്ത് വിളിച്ചു പറയുന്നു. യുക്തിവാദികൾ ഇതാ എല്ലാം ഉപേക്ഷിച്ചിട്ട് ദൈവ സ്നേഹത്തിലേക്ക് കടന്നു വരുന്നു. മന്ത്രവാദികൾ കടന്നു വരുന്നു, നിരീശ്വരവാദികൾ കടന്നു വരുന്നു. ഈ യേശു ഞങ്ങൾക്ക് മതി. അങ്ങനെ ഞങ്ങൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യം ഈ ദേശവാസികൾക്ക് ഞങ്ങൾ തരികയാണ്. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അന്ത്യനാളിന്റെ സമയങ്ങളിലേക്ക് ഞങ്ങൾ തൊട്ടുപോയാൽ ഇവിടുന്ന് ഞങ്ങൾക്ക് പോകുവാൻ നിവൃത്തിയില്ലാതെ അനവധി ചരിത്രങ്ങൾ ഞങ്ങൾ ഇവിടെ വിളമ്പേണ്ടി വരും. എന്നാലും ഒന്ന് പറയട്ടെ, ഇവിടെ ഇന്ന് ലോകമനുഷ്യർ അനുഭവിക്കുന്ന ഈ ദുഃഖദുരിതങ്ങൾ, ഈ പ്രശ്നങ്ങൾ, ഈ വല്ലായ്മ, ഇതൊക്കെ എന്താണ്? യാദൃശ്യമാണോ? അല്ല. 1000 വർഷങ്ങൾക്ക് മുൻപ് സത്യവേദപുസ്തകത്തിന്റെ ഏടുകളിൽ എഴുതപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നാമൊക്കെയും അത് കാണുന്നു, കേൾക്കുന്നു, അനുഭവിക്കുന്നു. 1880 വർഷം തൊട്ടുള്ള പഠനം നോക്കിയപ്പോൾ ഈ കഴിഞ്ഞ ജൂലൈയിൽ അതിഭയങ്കരമായ ചൂട് ഈ ഭൂമിയിൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. ഇത് യാദൃശിക സംഭവമല്ല. പോരാ, കുറച്ചുകൂടി പറഞ്ഞേ ഒക്കത്തുള്ളൂ. വേദപുസ്തകത്തിന്റെ താളുകളിൽ എഴുതിയിട്ടുണ്ട്. ഈ ചൂടിനെ പറ്റി, വരാൻ പോണ നാശത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. അതെന്തെന്നല്ലേ? ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അത് ആകാശത്തിന്റെ ശക്തി ഇളകുന്നു. അതൊന്നും എഴുതാൻ നിവൃത്തിയില്ല, വേറൊന്നുമില്ലാഞ്ഞിട്ട് എഴുതുകയല്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് ഈ 21ാം നൂറ്റാണ്ടിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആകപ്പാട് ശാസ്ത്ര ലോകവിധ ഞെട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നു. നാസ ഒരു വല്ലാത്ത അന്വേഷണത്തിലായിക്കൊണ്ടിരിക്കുന്നു. 84,000 ഉൽക്കകൾ അന്തരീക്ഷത്തിൽ കറങ്ങുന്നു. ഏതു സമയവും ഭൂമിയെ ഇടിക്കുവാനിതാ പാറക്കഷ്ണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ചില പാറക്കഷ്ണങ്ങള് കഴിഞ്ഞ നാളുകളിൽ നാസ അത് ലൈൻ മാറ്റിവിട്ടതായിട്ടൊരു ന്യൂസ് ഞാൻ വായിക്കുകയുണ്ടായി. ഭൂമി അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ചൂട് പെരുകുന്നു. ഈ 4 ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടുമെന്ന് നാസ അത് പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നു. നാസ പറയുന്നതിന് മുമ്പ് എന്റെ ദൈവത്തിന്റെ വചനത്തിൽ അത് നേരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ഭൂമിയെ തമ്പുരാൻ ബാലൻസ് ചെയ്തിരിക്കുന്നത് കേൾക്കണമോ? 20 ഡിഗ്രിയിലാണ് ഈ ഭൂമിയെ ബാലൻസ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ കയറിയും ഇറങ്ങിയും ഇതിന് ചൂട് കൂടുതലുണ്ട്. ഇവിടെ ഓക്സിജൻ ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെയെന്നല്ലേ? 21% ഓക്സിജൻ തന്ന് ഈ ഭൂമിയെ ബാലൻസ് ചെയ്തിരിക്കുന്നു. അത് കൂടിപ്പോയാൽ കത്തിപ്പോകും. 23.5 ഡിഗ്രിയിൽ ഭൂമിയെ ചരിച്ചു നിർത്തിയിരിക്കുന്നു. 24 ഡിഗ്രി ആയിപ്പോയെങ്കിൽ ഒരൊറ്റ കത്ത് കത്തും. 23ലേക്ക് വന്നുപോയെങ്കിൽ ഒരു മഞ്ഞ് കട്ടയായി തീരും. എന്റെ തമ്പുരാൻ ഈ സംവിധാനങ്ങളെല്ലാം അത്ര ഭംഗിയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. ഇവിടെ പ്രവചന ഭാഗങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ ഒരുപക്ഷെ അതിഭയങ്കരമായ സംഭവങ്ങൾ ഈ ഭൂമിയിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ജീവിതം ഒരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല. ഒരു മാസം മുമ്പ് നമ്മൾ പത്രത്തിൽ വായിച്ചതാണ്, കണ്ടതാണ്. ഇന്ന് വരെ സംഭവിക്കാത്ത ഒരു കാര്യമാണ്. പാവപ്പെട്ട മൃഗങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. അതാ കാട്ടിലേക്ക് കുടിവെള്ളം ഒരു വലിയ കുഴി പിടിച്ച് അവിടെ കൊണ്ട് മൃഗങ്ങൾക്ക് കൊടുക്കുന്നു. അതിന്റെ ആഹാരം ശരിയല്ല, അതിന് വെള്ളമില്ല, ആവാസ വ്യവസ്ഥയിൽ വ്യത്യാസം വരുന്നു. ആകാശത്തിന്റെ ശക്തി ഇളകുന്നു. ഇവിടെ മനുഷ്യൻ അസ്വസ്ഥനാകുന്നു. ഇവിടെ മനുഷ്യന് നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. രോഗം പെരുകുന്നു. ഇതൊരു യാദൃശ്ചിക സംഭവമല്ല പ്രിയപ്പെട്ടവര്.
ഇവിടെ അനവധി നാളുകൾക്ക് മുമ്പ് നമ്മൾ നോക്കുമ്പോൾ അനവധി രോഗങ്ങൾ വന്നതായിട്ട് അതിന് റിപ്പോർട്ടുണ്ട്. എന്നാൽ ആ രോഗങ്ങളെക്കാൾ അപ്പുറത്തായിട്ട് ഞാനൊരു കാര്യം അതെടുത്തു പറയുകയാണ്. മത്തായി സുവിശേഷത്തിൽ പറയുന്നു, ലോകാരംഭം മുതൽ ഇന്ന് വരെയും സംഭവിച്ചിട്ടില്ലാത്ത, ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും, ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയിൽ ഇപ്പോൾ രാത്രിയാണെങ്കിൽ ഇന്ത്യയിൽ പകലാണ്. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഭാഷ, ആഹാരം, കാലാവസ്ഥയെല്ലാം വ്യത്യാസമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്റെ കർത്താവിന്റെ പ്രവചനം ശരിയാകണ്ടേ, തിരുവചന യാഥാർത്ഥ്യം ശരിയാകണ്ടേ? എന്താ സംഭവിച്ചത്? ഇവിടെ ആകപ്പാട് വല്ലായ്മയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ താളം തെറ്റിയിരിക്കുന്നു. ഇവിടെ കാലങ്ങളെല്ലാം വല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രവചന നിവൃത്തിയിലേക്ക് കാലങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ മത്തായി സുവിശേഷത്തിൽ പറഞ്ഞ ഒരു പ്രത്യേക കാര്യം, അത് ഈ നൂറ്റാണ്ടിൽ നിറവേറുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, കുടില് തൊട്ട് കൊട്ടാരം വരെ പണമുള്ളവനും പണമില്ലാത്തവനും ധൈര്യശാലികളും അല്ലാത്തവനുമെല്ലാം ഒരുപോലെ മാസ്ക് ധരിച്ചില്ലേ ലോകം മുഴുവൻ? അന്ത്യനാളിൽ മാരക രോഗം വരുമെന്ന് വേദപുസ്തകത്തിന്റെ താളുകളിൽ എഴുതിയിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വരുന്നു അതിഭയങ്കരമായ മാരക രോഗങ്ങൾ. മനുഷ്യരാശിക്ക് നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത മാരക രോഗങ്ങൾ വരുന്നു. ചൈന തയ്യാറെടുക്കുന്നു, അവരെന്ത് പൊട്ടിപ്പുറപ്പെടുക്കാൻ പോകുന്നു എന്നാർക്കും നിശ്ചയമില്ല. ആയിരം കണക്കിന് ആളുകൾ ഇതാ ചന്ദ്രനിലേക്ക് കുടിയേറി പാർക്കേണ്ടതിനായി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാകുന്നു? ഇവിടെ കുടിവെള്ളമില്ലാത്തതിന്റെ, ഇവിടെ ചൂട് കൂടിയതിന്റെ അതൊന്നുമല്ല പ്രിയപ്പെട്ടവര്. ഇവിടുത്തെ വാർത്താ സംവിധാനങ്ങളെല്ലാം താറുമാറാകാൻ പോകുന്നു. കാരണമുണ്ട്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്റെ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വളരെ തന്റെടമായിട്ട് ഇത് വിളിച്ചു പറയാം. ആകാശത്തിന്റെ ശക്തി ഇളകുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? കഴിഞ്ഞ ആഴ്ചയിൽ പേപ്പറിൽ ഞാൻ വായിച്ചതാണ്, ഇവിടെ സൗരക്കാറ്റ് ആഞ്ഞടിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞു. സകല വാർത്താ വിനിമയങ്ങളും ഇതാ സ്റ്റക്കാകാൻ പോവുകയാണ്. പകലന്തിയോടും പണിയെടുത്തിട്ട് റേഷൻ കടകളിൽ ചെന്ന് അന്തിക്ക് താഴം കഴിക്കേണ്ടവർ അരി വാങ്ങാൻ ചെന്നപ്പോൾ റേഷൻ കടക്കാരൻ പറഞ്ഞില്ല, ഇവിടെ നെറ്റ് വരയ്ക്കുന്നില്ല പൊക്കോളെ. ആകാശത്തോടെ സഞ്ചരിക്കുന്ന പ്ലെയിൻ എവിടം വരെ പോകും? ആര് നിയന്ത്രിക്കും? ഒരു സൗരക്കാറ്റ് ഇവിടെ ആഞ്ഞടിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്റെ കർത്താവിന്റെ വചനം പ്രവചനങ്ങൾ ഇവിടെ ഒന്നൊന്നായി നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മാരക രോഗം വരുന്നു, ഇവിടെ കാലാവസ്ഥ മാറുന്നു, മനുഷ്യന്റെ സ്വഭാവം മാറുന്നു, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഇത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇതാ വെടിവെച്ചയും പുകയും മാത്രം. അതുകൊണ്ട് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നില്ല. ഞങ്ങൾക്കിവിടെ ഒരുപാട് പ്രവചന ഭാഗങ്ങൾ ഞങ്ങൾക്ക് എടുത്തു വിളമ്പുവാനുണ്ട്. പ്രിയപ്പെട്ടവരെ, കാലം അതിന്റെ അന്ത്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് പറയുവാനുള്ളത്, വളരെ വിനയത്തോടുകൂടി ഞങ്ങൾക്ക് പറയുവാനുള്ളത്, വരൂ, യേശുവിലേക്ക് കടന്നു വരൂ. യേശു സ്നേഹമാകുന്നു. കൊടും പാപിയെയും സ്വീകരിക്കുവാൻ എന്റെ യേശു തയ്യാറായിരിക്കുന്നു. അത് നിങ്ങളുടെ വലിപ്പ ചെറുപ്പം ആവശ്യമില്ല. ആ സ്നേഹിക്കുന്ന യേശുവിലേക്ക് കടന്നു വന്നാൽ ഒരിക്കലായിട്ട് ആ പാപഭാരം ഒന്ന് ഏറ്റുപറഞ്ഞാൽ മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി ഒരിക്കലായി യാഗമായി ഗോൽഗോൽത്താ കുന്നിന്റെ മുകളിൽ യാഗമായി തീർന്ന യേശു, സഹോദര സഹോദരി, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടിയാകുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും, ഏതവസ്ഥയിലായിരുന്നാലും, എന്ത് തിരക്കിലായിരുന്നാലും, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുമ്പോൾ ഒന്ന് ഏറ്റു പറയൂ, യേശുവേ, ഞാനും ഒരു പാപിയാണ്. നിങ്ങളതിന് പൈസ ചെലവേക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ ഏറ്റുപറച്ചിന് നിങ്ങളൊരു പുതിയ മനുഷ്യനാവുകയാണ്. അങ്ങനെ ഒരു പുതു മനുഷ്യനായ വ്യക്തിയെ ചേർത്തുകൊള്ളുവാൻ ആകാശമേഘങ്ങളിൽ എന്റെ യേശു വരുവാൻ പോവുകയാണ്. അതിന്റെ വിശദീകരണങ്ങളിലേക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഒരൊറ്റ വ്യക്തി, അതെന്റെ യേശു മാത്രമാകുന്നു. പുരോഗത്തിന്റെ മധ്യഭാഗമായ പാലസ്തീന്റെ മണ്ണിൽ നാട്ടുപ്രമാണിമാരും ഇതര രാജാക്കന്മാരും
ബുദ്ധിശാലികളും നോക്കിയിട്ട് കല്ലറയൊന്നും അടയ്ക്കാൻ പറ്റുന്നില്ല. അതാ തുറന്ന ഒരു കല്ലറ. യേശു തുറന്നിട്ടിരിക്കുന്നു. ആ കല്ലറ തുറന്നിട്ടിരിക്കുന്നത്, വരൂ, ഏവരും എന്റെ അടുത്തേക്ക് വരൂ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളുടെ പാപത്തിൽ നിന്ന് മോചനം തരുന്നു. പാപത്തെ മോചിക്കുവാൻ ഉലകത്തിൽ ഒരൊറ്റ വ്യക്തിക്ക് മാത്രം അധികാരം കിട്ടിയിരിക്കുന്നു, കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദേശവാസികളെ, നിങ്ങൾ ഒരിക്കലായി പാപത്തോടെ ഏറ്റുപറയൂ, മാനസാന്തരപ്പെടൂ, നിങ്ങളെ തകർന്ന ജീവിത ബാന്ധാവുകളെ ഉപേക്ഷിക്കൂ, ഒരു പുതു മനുഷ്യനായി തീരൂ. വാക്കുകൾക്ക് അവസാനം കുറിക്കട്ടെ. പുറംപറമ്പിൽ എറിയപ്പെട്ട ഒരു ഓടക്കുഴലായിരുന്നു ഞാൻ. അതിനെ കഴുകിയെടുത്ത് വൃത്തിയാക്കി ചില ദ്വാരങ്ങളിട്ട് ചുണ്ടോടടുപ്പിച്ചപ്പോൾ താളമായി, മേളമായി, നാദമായി. ഞങ്ങളെ പോലുള്ള ലക്ഷോപലക്ഷങ്ങൾ യേശുവിന്റെ സ്നേഹം ആസ്വദിച്ചപ്പോൾ ഞങ്ങളിലും ഒരു അർത്ഥമുണ്ടായി. ഞങ്ങളും മറ്റുള്ളവർക്ക് നാദമായി, ആശ്വാസമായി, സന്തോഷമായി. അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ, കാലമതിന്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ, കാലഘട്ടത്തിന് തിരശ്ശീല വീഴുവാൻ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അത് അടുത്തിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, വരൂ, യേശുവിലേക്ക് കടന്നു വരൂ. ഗതസമനായുടെ ഏകാന്തതയിൽ എന്റെ യേശു പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ വേർപ്പിനെ ചോരത്തുള്ളി പോലെ ആക്കിക്കൊണ്ട് ഹൃദയം പൊട്ടുമാറ് അവിടെ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ എന്റെ യേശുവിനെ പിടിക്കപ്പെട്ടു. 5 കോടതിയിൽ 7 പ്രാവശ്യമായി വിസ്തരിച്ച് എന്റെ യേശുവിനെ പിടിക്കപ്പെട്ടു. ഒരൊറ്റ വ്യക്തി പോലും ജാമ്യത്തിന് ചെന്നില്ല ഈ കുറ്റം ചെയ്യാത്ത വ്യക്തിയെ രക്ഷപ്പെടുത്തുവാൻ. അടിച്ചും തെണ്ണിപ്പിച്ചു നിണമണിഞ്ഞ കാൽപ്പാടുകൾ ചവിട്ടിവെച്ചത് ഗോൽഗോൽത്താ കുന്നിൻ മുകളിൽ. 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണിമേൽ ക്രൂശിതനായ ക്രിസ്തു അതാ അരിമത്യയിലെ ജോസഫിന്റെ കടം വാങ്ങിയ കല്ലറയിൽ അടക്കം ചെയ്തു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, ഉന്നതങ്ങളിലേക്ക് കരയേറി. വീണ്ടും എന്റെ യേശു വരുവാൻ പോകുന്നു. ഞാൻ പോയതുപോലെ തിരികെ വരുമെന്ന് അരുളി ചെയ്ത യേശുവിന്റെ പുനരാഗമനം അത് വളരെ അടുത്ത് ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാസമയം. ഒന്ന് ഏറ്റു പറയൂ, പാപത്തൊന്ന് പിടിപ്പിക്കപ്പെടൂ, പുതുമനുഷ്യനാകൂ. എല്ലാവരെയും ആ കാൽവരി ക്രൂശിന്റെ ചുവട്ടിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഫൈനൽ വേൾഡ് ഗോസ്പൽ മിനിസ്ട്രീസിന്റെ എല്ലാ സ്നേഹ ആദരവും ഈ ദേശത്തേക്ക് നൽകിക്കൊണ്ട് നിങ്ങളുടെ സാധു സഹോദരൻ, പ്രിയപ്പെട്ടവൻ വാക്കുകൾക്ക് അവസാനം പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളുടെ ദിവസം അടയ്ക്കാം. ഈ സന്ദേശത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിപ്പി. പാപബന്ധനത്തിൽ കഴിയുന്നവർക്ക് യേശു നിശ്ചയമായി മോചനം നൽകും. രോഗത്താൽ വലിയുന്നവർക്ക് യേശു സൗഖ്യദായകനാണ്. നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും യേശു ഉത്തരമാണ്, വിടുതൽ നൽകുന്ന ദൈവമാണ്. ആ കർത്താവിലേക്ക് നിങ്ങളുടെ ഹൃദയം സമർപ്പിക്കും. ഇവിടെ കേട്ട സന്ദേശം ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറട്ടെ. അവതരണം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളിലേക്ക്, രൂപാന്തരങ്ങളിലേക്ക് നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയ ദേവദാസൻ ബിബിൻ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ പങ്കുചേരൂ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, വിടുതലിലേക്ക് നയിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധത്തിനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല മധ്യാഹ്ന സമയത്തിനായി സ്തോത്രം. കർത്താവെ, ഈ ദേശത്ത് വന്ന് കർത്താവ് ഞങ്ങൾക്ക് സാക്ഷീകരിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ ദാസനിലൂടെ കേട്ട വചനങ്ങൾ ഈ ദേശത്തിന്, ഈ ദേശവാസികൾക്ക് ഒരു അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ അനേകർ അവരുടെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു.
യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശുക്രിസ്തു രാജാതി രാജാവായി വേഗം വരുന്നു. യേശുക്രിസ്തുവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അഖിലലോക രക്ഷിതാവായ ഈശോ മിശിഹായിക്ക് ജയ് ജയ് ജയ്. വന്നവനും വീണ്ടും വരുന്നവനുമായ ഈശോ മിശിഹായിക്ക് ജയ് ജയ് ജയ്. ഈ ദേശത്തുള്ള എല്ലാ കുടുംബങ്ങളെയും ദൈവസമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ നല്ല സഹകരണങ്ങൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രത്യേക ശബ്ദ സംവിധാനം ഉപയോഗിക്കുവാൻ വൈദ്യുതി നൽകിയ ഭവനത്തോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.